ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അവൽ വിളയിച്ചത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. അവൽ വിളയിച്ചത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ശർക്കര നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഉരുക്കിയെടുത്ത ശർക്കര നമുക്ക് ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. അരിച്ചൊഴിച്ച ശർക്കര ഒന്ന് ചൂടാക്കിയെടുക്കാം. ശർക്കര ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തുടർച്ചയായി ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് വീണ്ടും തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. പൂർണ്ണമായും വെള്ളം വറ്റി ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമാണ്. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൂർണ്ണമായും തണുക്കേണ്ട ആവശ്യമില്ല, ചെറു ചൂട് ആവശ്യമാണ്. ഇത് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. മട്ട അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ള അവലിലും നമുക്ക് അവൽ വിളയിച്ചത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവല് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 500 ഗ്രാം അവൽ വിളയിച്ചതുണ്ട്. അവല് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അവൽ വിളയിച്ചതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടുകടലയും കാഷ്യൂ നട്ട്സും ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഒരു ഭംഗിക്ക് വേണ്ടി കറുപ്പും വെള്ളയും ചേർത്താണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം ഒരുപാടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, എള്ള് കരിഞ്ഞു പോകും. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഐറ്റംസ് അവൽ വിളയിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ഐറ്റംസും ചേർത്ത് അവൽ വിളയിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവൽ വിളയിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന അവൽ വിളയിച്ചത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ജാറിൽ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.